അത് കുറേ മുമ്പേ ഒരു പാട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി, മനസ്സിനെ മറക്കുന്നു മുഖമെന്ന് പുതുമൊഴി. അങ്ങനൊരു സാധനമില്ലേ, നമ്മളെ ബന്ധുവാര് ശത്രുവാര് എന്നുള്ളൊരു മൂവിയിലെ പാട്ടാണ്. അത് ഭയങ്കര കറക്റ്റാണ്. കാരണം പണ്ടൊക്കെ നമുക്കൊരു മനുഷ്യൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ദ സിൻസിയർ സ്റ്റേറ്റ് ഓഫ് ദെയർ ബീയിങ്. ഇന്ന് നോക്കണവനും എല്ലാം ഈ പറയുന്ന ഒരു മേക്കപ്പ് ഇട്ടതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് അല്ലെങ്കിൽ മുഖം ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുക. എല്ലാവരും വെളുത്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ദ ചൈനീസ് ആൻഡ് കൊറിയൻ പീപ്പിൾ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു പ്രോപ്പർ ടൂളില്ലെങ്കിൽ നമ്മൾ വിക്റ്റിമായിട്ട് പോകും. ഇവിടെയാണ് നമ്മളുടെ ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യം വരുന്നത്. ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ പോവുകയായിരുന്നു. അതെന്തായിരുന്നു? മനസ്സിൻ്റെ പാറ്റേണ്, പ്രാക്ടീസ്, വേറെന്തൊരു സംഭവം. ഓക്കെ, പോട്ടെ, പോയതിനെ പിടിച്ചാട്ടില്ല. അപ്പം പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഈ ഒരു ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗത്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്താലും അവന് റിസൾട്ട് വേണം. എല്ലാം റിസൾട്ട് ബേസാണ്. മറിച്ച് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യവും ഇന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു പണിയെടുക്കുമ്പം എന്താ നമ്മളിൽ സംഭവിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കാരണം നമ്മൾ ചെയ്യണ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിന് പകരം ഈ പ്രവൃത്തി ചെയ്തിട്ട് കിട്ടണ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച കുറേ കടലാസ്, കുറേ അപ്രീസിയേഷൻ, കുറേ അറ്റൻഷൻ, കുറേ ഗുഡ് ആൻഡ് ബാഡ്, ദോസ് ഓൾ ദ ഫക്കിങ് ഷിറ്റ്സ്. ഇതെല്ലാമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. അതായത് മൈൻഡിനെ ഉപയോഗിച്ചിട്ട് വീണ്ടും മൈൻഡിനെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യണ ഭാഗം. മറിച്ച് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം ആ പ്രവർത്തിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന രീതിയെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ ആ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവിടെ റിസൾട്ടായിട്ട് മാറുന്നത്. ഭയങ്കര സൂപ്പറല്ലേ? അതായത് ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഞാൻ തന്നെ ശ്രദ്ധിക്കുമ്പം ആ ശ്രദ്ധയും ശ്രദ്ധിക്കുന്ന ആളും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് ഞാൻ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരീക്ഷിച്ച് ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥ ആ നിരീക്ഷണത്തിലൂടെ അലിഞ്ഞില്ലാതാവണം. അതായത് ഞാൻ തന്നെ ഈ പരമമായ സത്യത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കണം. അത് ഭയങ്കര സൂപ്പറല്ലേ? ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് പൊട്ടത്തരമാണെന്നും അല്ലെങ്കിൽ അത് നല്ലതാണെന്നും മറ്റുള്ളവരുടെ വിശദീകരണത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ റോയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ നമ്മൾ ഈ മനോഹരമായ ജീവിതത്തിൻ്റെ പർപ്പസ് കഴിഞ്ഞെന്നും പറഞ്ഞ് ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. കാരണം ഈ ജന്മം കുറേ വിശ്വാസത്തിൻ്റെയും കുറേ ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും നമ്മൾ ഇതിനെ ശരീരത്തുനിന്ന് നമ്മളുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് വിച്ഛേദിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കാരണം എന്താണ്? ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ പ്രാക്ടീസ്. അതായത് നിങ്ങൾ ഈ പറയുന്ന നമ്മൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയല്ലോ, അതായത് ദ അഡൾട്രേഷൻ, നിങ്ങൾ മായം ചേർത്തത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. കാരണം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓൾവേസ് ഒരു റിസൾട്ട് ഓറിയൻറ്റഡാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റിസോഴ്സിനെ തന്നെ വീണ്ടും സോഴ്സാക്കി. നിങ്ങളെന്ന് പറയുമ്പം
നിങ്ങളങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെന്ന് പറയുമ്പം എൻ്റെ മുന്നത്തെ ഒരു ഞാനുണ്ടിരിക്കും, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ഈ സമൂഹം എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ഒരു സെൽഫാണ് എന്നെ സംബന്ധിച്ച് നീ. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എനിക്ക് ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു പ്രാക്ടീസ് നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ തളർന്നു പോവും, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോവും. കാരണം പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. എന്താണ്? കാരണം ആരെയോ അൺവാണ്ടഡ്ലി ഡിപ്പെൻഡൻ്റായി ആ ഡിപ്പെൻഡായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തപ്പം അവരെ കുറ്റം പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഷ്രിങ്കായി, ഞാനവിടെ ചുരുങ്ങിപ്പോയി. കാരണം എന്താണ്? എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ ഇത്രയും കാലം ചെയ്ത കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പോലത്തെ ഒരു റിസൾട്ട് കിട്ടിയില്ല. തീർന്നില്ലേ? പക്ഷേ റിസൾട്ടിന് വേണ്ടി അല്ലാതെ നിങ്ങളുടെ കൂടെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ? നിങ്ങൾ ഇടയ്ക്കൊരു ഭക്ഷണം കൊടുക്കണ്, കുറച്ച് വെള്ളം കുടിക്കണ്, ഇത്ര മാത്രം. അതും പോലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണില്ല. അല്ലെങ്കിൽ അതുപോലും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം മറ്റുള്ളവരുടെ അപ്രീഷിയേഷനും, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു ലോകത്തെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. ബൈ മേക്കിംഗ് മണി, ബൈ ഡൂയിങ് മെനി വർക്ക്സ്, ബൈ ക്രിയേറ്റിംഗ് സോ മച്ച് ഫ്രണ്ട്സ്, ആൻഡ് ബൈ ക്രിയേറ്റിംഗ് എ ഫാമിലി. ബട്ട് ഇറ്റ്സ് നെവർ ഗോയിങ് ടു വർക്ക്. ദേ ഓൾ വാണ്ട് യു ടു ഡൈ. കാരണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് സോംബീസാണ്. സോ ദേ ഓൾ വാണ്ട് ടു ബൈറ്റ് യു, ഡ്രിങ്ക് യുവർ ബ്ലഡ് ആൻഡ് മേക്ക് യു സോംബി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാതെ സെൽഫിൽ നിന്ന് നമ്മളെ വളരെ സെൽഫിഷായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. യെസ്, 100% സെൽഫിഷ്. മനസ്സിലായോ? കാരണം എന്താ? എൻ്റെ സെൽഫിലാണ് ഞാൻ ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരു തെണ്ടിയുടെയും കയ്യിൽ നിന്ന് ഒന്നും എടുത്തിട്ടല്ല. എല്ലാവരുമായിട്ട് സഹകരിക്കും. ഓക്കെ, എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ള കപ്പാസിറ്റിയും എൻ്റെ സെൽഫിൽ നിന്ന് തന്നെയാണ്. ആ സഹകരണത്തിന് അവർ പ്രാപ്തിയിലേക്ക് വരുന്നത് അവരിലും എൻ്റെ സെൽഫ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു തെണ്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ കാണുന്നത് അയാൾ അവിടെ നിലനിൽക്കാനുള്ള കാരണത്തെയാണ്. ഞാൻ നിലനിൽക്കുന്നത് ഞാനും അതേ കാരണത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൽഫിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ദർ ഈസ് നോ കൺഫ്യൂഷൻ ഇൻ മീ. കാരണം എനിക്ക് കൺഫ്യൂഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഏത് സാഹചര്യം വന്നോട്ടെ. ഇനി അടുത്ത മാസം എന്നെ തൂക്കിക്കൊല്ലേണ്ട ഭാഗമാണെങ്കിലും, നിങ്ങൾക്ക് ഏത് കേസ് ഉണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ആ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ആ ബോധപൂർവമായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആക്ഷൻസിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദ ഹോൾ സ്റ്റുപ്പിഡ് വേൾഡ് ഈസ് പെർമനൻ്റ്ലി ഷട്ടിങ് ഓഫ്. അത് എല്ലാം ഷട്ട് ഡൗൺ ആയിപ്പോവും. പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. കാരണം എന്താണ്? ഇതിൽ ശ്രദ്ധിച്ചിട്ട് എന്ത് കിട്ടാനാ? ആ നേരം കൊണ്ട് വക്കീലിനെ വിളിച്ചിട്ട് ആ കേസ് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കുടിച്ച്, അല്ലെങ്കിൽ യോഗ അഭ്യസിച്ച്, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ 4 ദിക്റ് ചൊല്ലി, 4 ജപം ചൊല്ലി, ഭജന ചൊല്ലി, അങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് യു ആർ റണ്ണിങ് ബിഹൈൻഡ് ദീസ് ഓൾ സ്റ്റുപ്പിഡ് തിങ്സ്. എന്നിട്ട് നിങ്ങളുടെ ശരീരം ഷോയിങ് മെനി സൈൻസ് ആൻഡ് സിംപിൾസ്. ഓ, ഐ എം ഗെറ്റിംഗ് ടയേർഡ്, ജസ്റ്റ് ഗീവ് മീ സം അറ്റൻഷൻ ബിക്കോസ് ദിസ് ഈസ് യുവർ സിസ്റ്റം. നീയാണ് ഇതിനെ കൊണ്ട് നടക്കേണ്ടത്. ആ കൊണ്ട് നടക്കുന്ന രീതി നീ മറ്റൊരാളിൽ നിന്നോ മറ്റൊരാൾ തീരുമാനിക്കുന്നതോ അല്ല. കം ബാക്ക് ടു യുവർ മെച്യൂരിറ്റി. ഇതങ്ങനെ പറയണില്ലേ നിങ്ങളോട്? പക്ഷെ നിങ്ങൾക്ക് നോക്കാൻ പറ്റണില്ല. കാരണം എന്താ? പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ട്രേസ് ബോഡിയിലുള്ളത് കൊണ്ട് യു ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ, ബിക്കോസ് ദോസ് പീപ്പിൾ ആർ നോട്ട് ദെയർ.
അമ്മ മരിച്ച്, അച്ഛൻ മരിച്ച്, മക്കൾ മരിച്ച്, ഭർത്താവ് ഡിവോഴ്സ് ചെയ്ത്, ഭാര്യ ഡിവോഴ്സ് ചെയ്ത്, അവർക്ക് അവിഹിത ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ എനിക്ക് സെൽഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് രോഗങ്ങളുണ്ട്, എൻ്റെ സ്കിന്നിന് പ്രശ്നമുണ്ട്. These all the stories that you creating, these all the excuses that you are creating to not live this wonderful life. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കാതെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഇല്ലേ, ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ കയ്യിലില്ലേ? വിശ്വാസത്തിനും ഈ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും അപ്പുറം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കണില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചെടികളൊക്കെ? നമ്മൾ വിചാരിച്ചു ഉണങ്ങിപ്പോയെന്ന്, ബട്ട് സ്റ്റിൽ ദ ലൈഫ് ഈസ് ദെയർ ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗ്രോ ആൻഡ് ബ്ലൂം അല്ലേ? അപ്പോൾ അതുപോലെ ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥക്ക് എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബോധവുമായിട്ട് എനിക്കൊന്ന് കണക്റ്റായിട്ടിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പിന്നെ എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്? ബിക്കോസ് നിങ്ങൾ നോക്ക്, ഈ യൂണിവേഴ്സലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് അല്ലേ? ആ യൂണിവേഴ്സലി ക്രിയേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയേക്കാൾ കൂടുതൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ആർ യൂസിങ് ദാറ്റ് യൂണിവേഴ്സൽ എനർജി. എന്നിട്ട് പറയാണ് ഞാൻ ക്ഷീണിച്ചെന്ന്. നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോണില്ല. സോ കം ബാക്ക് ടു ദ പ്രാക്ടീസ്. അതെങ്ങനെയാവണം? നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾ പറയും ഞാൻ മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഐ ജസ്റ്റ് വാണ്ട് ടു ഡൂ സം കാർഡിയാക്ക്. ലാസ്റ്റ് ഈ കാർഡിയാക്ക് ചെയ്ത് നിങ്ങളുടെ കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കും. കാരണം എന്താണ്? നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ പലരും നിങ്ങളെ ജഡ്ജ് ചെയ്തത് കൊണ്ടും നിങ്ങൾ ഒന്നും മുഴുവനാക്കാത്ത ആളാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങളിൽ ഇട്ട് തന്നത് കൊണ്ടും യു ആർ ടേക്കിംഗ് ആൻ എക്സ്ക്യൂസ്. അപ്പോൾ തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പോണില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ആ തീരുമാനം എടുത്തിട്ടാണ് ഈ കാര്യം ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആക്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടക്കുകയാണ്. പക്ഷേ ദ ബോഡിയുടെ ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനെയാണോ നിങ്ങൾ ബേസായിട്ടെടുത്തത് ആ ബേസിലേക്കാണ് ഇതിൻ്റെ അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ മൈൻഡിൻ്റെ ചില പാറ്റേൺസാണ് നിങ്ങളുടെ ബോഡിയുടെ ബേസായിട്ട് നിങ്ങൾ എടുത്തതെങ്കിൽ, പിന്നെ നിങ്ങൾ ആ പ്രോബ്ലമാണ് നിങ്ങളെക്കാൾ വലുതാക്കി വെച്ചത്. എന്നിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓടി നടക്കുമ്പോൾ മുഴുവൻ യു ആർ ഇലുമിനേറ്റിംഗ് ദ പ്രോബ്ലംസ്, നോട്ട് എലിമിനേറ്റിംഗ് ദ പ്രോബ്ലം. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ പ്രോബ്ലത്തെ ബേസാക്കി എടുത്തിട്ട് അതിനെയാണ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയമാണ് ഉള്ളിലുള്ളതെങ്കിൽ ഈ ഭയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളിലൊരു ജിമ്മിലൊരു മസിൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ ബേസിൽ ആ നത്തിങ്നെസ് അല്ല ഉള്ളതെങ്കിൽ ദിസ് ഓൾ വിൽ ഗിവ് യു റിഗ്രറ്റ്. ഇതെല്ലാം നിങ്ങളിലേക്ക് കുറ്റബോധം കൊണ്ടുവരും. ആ കുറ്റബോധത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ നിങ്ങളിൽ രോഗവും ഉണ്ടാവും. കാരണം എന്താ? റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ബിക്കോസ് യു ആർ ദ റിസൾട്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ രൂപപ്പെട്ട് വന്നില്ലേ? ഈ നിമിഷത്തിൽ എന്നെ എങ്ങനെ നന്നായിട്ട് തിരിച്ചറിയാം എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട്. അല്ലാതെ ഈ ശരീരം വെച്ചിട്ട് വേറെ സുഖിക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. ബിക്കോസ് ഇത് ഇറ്റ്സെൽഫ് എ സുഖം. ഈ ശരീരം തന്നെ ഒരു സുഖമാണ്. പക്ഷേ ഇപ്പോൾ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മോക്ഷവും അല്ലെങ്കിൽ മുക്തിയൊക്കെ അന്വേഷിച്ച് നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുപാടുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളാണ്. അപ്പോൾ ഈ ബന്ധങ്ങളിലെല്ലാം നമ്മൾ കോൺഫ്ലിക്റ്റ് ആകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ ഫീമെയിൽസ് ആർ കംപ്ലീറ്റ്ലി ഇൻറ്റൻറ്റ് ടു സറണ്ടർ ടു ദ ഗോഡാണ് നൗ എ ഡേയ്സിൽ. എല്ലാവരും ദൈവത്തിനോട് ഭയങ്കര പ്രാർത്ഥനയും പിണ്ണാക്കും. കാരണം എന്താണ്? കൂടെ ഉള്ളവരായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഗുരുവിനെ അന്വേഷിച്ച് പോകുന്നത്. എനിക്കൊരു ഗുരുവുണ്ട്. അല്ലാതെ ഒരു ഗുരു എന്ത് പിണ്ണാക്ക് ചെയ്യാനാ? ഒരു പിണ്ണാക്കും ചെയ്യാൻ പോണില്ല.
കൂടെയുള്ളവരുമായിട്ട് സഹകരിക്കാൻ പറ്റാതെ എൻ്റെ ഈഗോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് സംഭവമാണ് ഈ ഗുരു, ഈ വിശ്വാസങ്ങൾ എല്ലാം. മറിച്ച് എനിക്ക് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. ഞാൻ എക്സ്പാൻഡ് ചെയ്യേണ്ടത് നോട്ട് വിത്ത് മൈ മൈൻഡ് അല്ലേ, ഞാൻ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഈ ശരീരം ഏത് തരത്തിലും ഞാൻ മൂവ് ചെയ്യിക്കുന്നുണ്ടോ ആ മൂവ്മെൻറ്റിലെല്ലാം ഇതിൻ്റെ ഈസി ആക്സസ് വേണ്ടേ അല്ലേ. അതങ്ങനെ അങ്ങനെ 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 പോകണ്ടേ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വിതുമ്പണ്, അല്ലെങ്കിൽ ഇയാളെന്ത് പൊട്ടത്തരാണെന്ന് പറയണമെന്നുള്ള ആ ചോദ്യം എൻ്റെ ഉള്ളിൽ വരുന്നു. ആ ചോദ്യത്തെ ജസ്റ്റ് ഡിസോൾവ് ചെയ്തേ. കാരണം ഇവിടെ ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കണമെന്നുള്ളതിന് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. നിങ്ങൾ ഈ മാറ്റത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. അപ്പോൾ ആ മാറ്റത്തെ വ്യാഖ്യാനിക്കുന്ന ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളിലൊരു പ്രാക്ടീസ് ഇല്ല. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ എന്തിനെ ആശ്രയിക്കണമെന്നറിയില്ല. നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ കുറേ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും ലോങ്റ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചുമ്മാ കിടന്ന് കളിക്കുകയാണ്. നമുക്കറിയാം എൻ്റെ സമാധാനം എന്ന് പറയുന്നത് ഞാൻ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഒളിച്ചോടിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? യു വിൽ ഗെറ്റ് ടെർമിനേറ്റഡ്, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എലിമിനേറ്റഡ് ഫ്രം ദിസ് ബോഡി സിസ്റ്റം, ബിക്കോസ് യു ആർ യൂസിങ് ഓൺലി യുവർ മൈൻഡ്. ആ മൈൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തിനെ പറ്റി നിങ്ങൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നെവർ. കാരണം നിങ്ങൾ കണ്ടതും കേട്ടതും വെച്ചിട്ടല്ലല്ലോ നിങ്ങൾ എണീറ്റ് നടക്കുന്നത്. നിങ്ങൾ എണീറ്റ് നടക്കാനുള്ള കാരണം നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ എണീറ്റ് നടക്കുന്നത്. സോ യുവർ അറ്റൻഷൻ ഷുഡ് ബി ഫ്രം ദിസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ വിട്ടിട്ട് മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ 24 മണിക്കൂറും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളായിക്കോട്ടെ, എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം നിങ്ങൾക്ക് പള്ളിയും വീടും തമ്മിൽ വ്യത്യാസം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും മോഹൻലാലും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പോട്ടെ, നിങ്ങളും അടുത്തൊരാളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സ് മാത്രമാണ് ഇത്രയും കാലം നിങ്ങൾ ഒരു ഉപാധിയായിട്ട് എടുത്തിട്ടുള്ളത്. ബിക്കോസ് യു ആർ വർക്കിംഗ് കംപ്ലീറ്റ്ലി ഫോർ എ റിസൾട്ട്. അപ്പോൾ റിസൾട്ടില്ലാതെ പ്രവർത്തിക്ക്, അല്ലെങ്കിൽ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കുമ്പം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ യോഗ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരുടെ രസം എന്താ വെച്ചാൽ, ഇവർ കുറച്ച് നേരം ചെയ്തിട്ടൊരു യോഗി ആവാനാണ് നോക്കുന്നത്. കാരണം യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൂവ്മെൻറ്റിനെ ഫുൾ ടൈം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 25 വർഷം യോഗ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി യൂസ്ലെസ്. മനസ്സിലായോ? അപ്പോൾ തന്നെ അയാളൊരു പമ്പര വിഡ്ഢിയാണ്. മറിച്ച് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുത്ത് ആ ചെയ്ത് തന്നെയാണ് പിന്നെ ഓരോ പ്രവൃത്തിയിലും വരേണ്ടത്. ലൈക്ക് ഹൗ ദ മുസ്ലിംസ് പറയില്ലേ 5 നേരം നിസ്കരിക്കുകയെന്ന്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയാണ് നമസ്കാരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ശരീരം കൊണ്ട് ചെയ്യുന്ന ആ 5 നേരത്തെ നമസ്കാരത്തിലൂടെ കിട്ടുന്ന ആ അനുഭവം വെച്ചിട്ട് യു ഹാവ് ടു യൂസ് ദാറ്റ് 24/7. നിങ്ങൾ ഉണർന്ന് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കണോ അപ്പോഴെല്ലാം ഈ അത്ഭുതത്തെ ആ നമസ്കാരമായിട്ട് കണ്ടാലും മാത്രമേ, അല്ലെങ്കിൽ ആ ഭജനയായിട്ട് ദിക്റായിട്ട് ആ കൊന്ത ചെല്ലുന്ന രീതിയിൽ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് ഫങ്ഷൻ. കാരണം അത് ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ മൈൻഡിലേക്ക് പോകാതെ അത് കേൾക്കുന്ന വ്യക്തിയെ, അവിടെ റിസൾട്ടാണെങ്കിൽ നിങ്ങൾ പുതിയ ഇയാൾ പറയുന്നത് ഇന്നതാണെന്ന് പോകും. മറിച്ച് ആ കേൾക്കുന്ന വ്യക്തിയെ കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ടിട്ടില്ലേ? കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. റെഡ് FM അങ്ങനെ എന്തോ ഒരു 19 പോയിൻ്റ് എന്തോ. അപ്പോൾ അത് ക്യാപ്ഷൻ കൊടുക്കാം. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.